ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് ബോ ഉണ്ടാക്കാനുള്ള ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല, പിന്നെ ഷോപ്പിലേക്ക് നമുക്ക് സ്ക്രഞ്ചീസ് അടിച്ചതും അതുപോലെ തന്നെ ബോ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഓർഡർ ഉണ്ട്. അത് കൂടാണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഈ പെരുന്നാൾ അടുപ്പിച്ച് 2 ദിവസമായിട്ടാണ് ഓർഡർ എടുത്തത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ മുന്നേ പരമാവധി നോക്കാമെന്ന്. അപ്പോൾ ഇന്ന് അയക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും എനിക്ക് അയക്കാൻ പറ്റിയിട്ടില്ല. നാളെ ഞാൻ എല്ലാവരതും എന്തായാലും ഞാൻ നാളെ എല്ലാവരും പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കടയിലേക്കും ഓർഡർ ഉണ്ട്, അതുപോലെ തന്നെയാണ് നമുക്ക് കസ്റ്റമേഴ്സിനും ഓർഡർ ഉണ്ട്. അവർ സ്റ്റാറ്റസ് ഇട്ടിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്തതാവും. അപ്പോൾ അവർക്ക് ആ പറഞ്ഞ ടൈമിൽ നമ്മളിവിടെ എത്തിച്ചു കൊടുക്കും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെരുന്നാളിൻ്റെ ഒരു തിരക്ക് കാരണങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഡിലേ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നാളൊക്കെ ആയിട്ട് എല്ലാവരും സാധനം നമ്മൾ അയച്ചു കൊടുക്കും. പിന്നെ ഒരുപാട് പേര് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നമ്മൾ ലോങ് ടൈൽ ഹെയർ ബോ ഉണ്ടാക്കുമല്ലോ, ലോങ് ആയിട്ട് കിടക്കണം. അപ്പോൾ അതിൽ ഇതേപോലെ നൂല് പിന്നി വരുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഇതേപോലെ മെഴുകുതിരി കത്തിച്ച് നമ്മളൊന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആക്കി. പക്ഷെ ലൈറ്റർ അതുപോലെ തന്നെ ഗ്യാസ് അതുമേലൊന്നും നമ്മൾ ചെയ്യരുത്. ഇതുപോലെ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് തീ അങ്ങോട്ട് കയറിപ്പോവുകയൊന്നുമില്ല. ആ വക്ക് നമുക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇത് ഒരുപാട് പേർക്ക് ഉപകാരമാണ് ഈ ഒരു വീഡിയോ. കാരണം ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഈ നൂല് പോവാത്ത. നമ്മൾ തുണി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഓട്ടോമാറ്റിക് തുണി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൂലിങ്ങനെ പോരുന്നു. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വലിയ വലിയ നൂലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ മെഴുകുതിരി കത്തിച്ചിട്ട് നമ്മൾ ഒന്നങ്ങോട്ട് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് നല്ല. അപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്തത്. ഇനി എല്ലാവരും ഇത് ചെയ്ത് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ മെഴുകുതിരി ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്ത് നോക്കി നോക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നൂല് പോവാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് പേര് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഡൗട്ടാണ് ഈ ഒരു ഡൗട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നത്.